Okay, good morning, students. Okay, we started our first lesson and we finished the first part of that lesson, a speech by Christine Lagarde. And last day we discussed the first part of that lesson about education, the importance of education in empowering a person, especially the women. And you got a lot of new points. And when I started this video, some photos are shown, the importance of labor and the women who participate in the workforce. Some pictures are given, the different fields the ladies work and how they excel there. And Christine Lagarde stresses the importance of labor in empowering a woman. നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ ഓഫ് എ പേഴ്സൺ ആൻഡ് അപ്പോൺ വിച്ച് എനി ചേഞ്ച് ക്യാൻ ബി ബിൽഡ്. So the next step after learning, the next step is work, labor or employment. And in our olden times, we know that the women participate in the economic activities much lesser than today. അത്രയധികം അവർ ഇങ്ങനെയുള്ള തൊഴിൽ രംഗത്തേക്ക് കടന്നു വരാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് we can see a lot of changes, a sea change in this area, and almost all women participate in these work, labor and different jobs. And in those first pictures, you also see that the pictures of mothers with their children are shown, and motherhood is the greatest bliss of a woman. It is the best job in the world എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മളൊരു ജോബ് ഓർ പ്രൊഫഷനൊന്നും മദർഹുഡിനെ മാതൃത്വത്തെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇറ്റ് ഇസ് ദ ബെസ്റ്റ് സെൽഫ്ലെസ് മോസ്റ്റ് നോബിൾ ജോബ് ഇൻ ദ വേൾഡ്. ലെറ്റ് us come to the speech and the second point, labor. And what are the benefits of women getting into the job scenario? Let's discuss those points. എന്തൊക്കെ പ്രയോജനങ്ങളാണ് സ്ത്രീകൾ ഒരു തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എഡ്യൂക്കേഷൻ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അത് ഒരു തൊഴിലിലോട്ട് വരുമ്പോഴത്തേക്ക് എംപ്ലോയിഡ് ആയിട്ടുള്ള വിമൺ വലിയൊരു ചേഞ്ചസ് കുടുംബത്തിൽ മാത്രമല്ല ആ സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ രാജ്യ പുരോഗതിയിലേക്കും നേഷൻ ബിൽഡിങ്ങിലും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നു. അത് സ്ത്രീകൾക്ക് ഒരു വലിയ ഒരു ബൂസ്റ്റിംഗ് ആണ്. And we can come to the points. Women should step out of their comfort zones. വീട് എന്നുള്ളൊരു കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്തേക്ക് വരണം. ഇറ്റ് ഇംപ്രൂവ്സ്, ഇറ്റ് നറിഷസ് ഓർ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദം ടു ഫ്ലറിഷ്. അവർക്ക് മെച്ചപ്പെടാനുള്ള ഒരു മാർഗമാണത്. ഇറ്റ് മേക്സ് ദം ഇൻഡിപെൻഡന്റ്, ബോൾഡ് ആൻഡ് റിസോഴ്സ്ഫുൾ. വളരെ ധൈര്യശാലികളാക്കുന്നു, ഒരുപാട് റിസോഴ്സസ് ഉള്ള വ്യക്തികളാക്കി ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രരാക്കി അവരെ മാറ്റുന്നു. ഇഫ് ലേണിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് this labor or work. It helps them to achieve their true potential. അവരുടെ യഥാർത്ഥ കഴിവുകൾ റിയലൈസ് ചെയ്യാൻ, പുറത്തു കൊണ്ടുവരാൻ this labor helps women. Okay, now there are some problems they face in this work scenario also. ആ ഒരു ഫീൽഡ് തൊഴിൽ രംഗത്തും അവർ ഒരുപാട് obstacles or blocks they face. Which are they? Low status, low security, low paying. These are the three problems they face. അപ്പൊ സ്ത്രീകൾ വരിക എന്നുള്ളതിന് ഒരു പ്രജുഡിസ്ഡ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് സമൂഹം എടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫോർ ദ സെയിം ജോബ് ബോത്ത് മെൻ ആൻഡ് വിമൻ വെയർ ഗിവൺ അൺഈക്വൽ പേ. ഒരേ ജോലിക്ക് പല ശമ്പളം, ഈക്വൽ പേ ഈസ് നോട്ട് ഗിവൻ. ആ ഒരു ജെൻഡർ ഇൻഇക്വാളിറ്റി വി ഫേസ് ഇൻ ദ ലേബർ സിനാറിയോ ആൾസോ. ഈ ഒരു ഫീൽഡിലും ആ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവുന്നു. സോ അവർ നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളൊരു നിയമം കൊണ്ടുവരണം. ആൻഡ് ഹൗ വി ക്യാൻ ഓവർകം ദീസ് പ്രോബ്ലംസ്, അതിനുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. ന്യൂ പോളിസീസ് ഷുഡ് കം അപ്പ് ടു പ്രൊട്ടക്ട് വിമൻ, ടു എൻകറേജ് ദം, ടു ഹെൽപ്പ് ദം ഇൻ ദ ജോബ് സിനാറിയോസ്, ടു എൻകറേജ് ദം ടു ദീസ് ഫീൽഡ്സ്. അറ്റ് ദ സെയിം ടൈം ദർ ആർ സം അതർ പ്രോബ്ലംസ് ലൈക്ക് ഇൻഹെറിറ്റൻസ് ലോസ് ആൻഡ് പ്രോപ്പർട്ടി ലോസ്. എപ്പോഴും സ്ത്രീകളെ മാറ്റി നിർത്തുന്ന പാരമ്പര്യ നിയമങ്ങളുണ്ട്. ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി ലോസ് ഷുഡ് നോട്ട് discriminate against women. സ്ത്രീകളെ അങ്ങനെ മാറ്റി നിർത്തല്. all are equal before law. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. ആൻഡ് ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് നെസസറി പോളിസീസ് ആസ് വെൽ ഇൻ ദിസ് റിഗാർഡ്. ഇത്രയും ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ക്രിസ്റ്റീൻ ലാഗാർഡ് ടോക്ക് അബൌട്ട് ഓൺ ലേബർ.
So finally, to conclude, this is Christine Lagarde's speech, and in the first part we discussed about education, and the next step after education, the next step is work or labor that makes women bold, independent, and resourceful. It helps them to bring out all their skills or potentials. അവർക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആകാൻ വേണ്ടിയിട്ട് മികച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് തൊഴിൽ രംഗത്തേക്ക് കടന്നു വരിക എന്നുള്ളത്. ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. ഇഫ് വിമൺ കം ടു ദ വർക്ക് ഫോഴ്സ്, ദ ബെനിഫിറ്റ് ഈസ് ദാറ്റ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. പ്രതിശീർഷ വരുമാനം, രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കപ്പെടുന്നു. വെൻ ഓൾ വിമൻ കം ടു ദ വർക്ക് ഫോഴ്സ്, ദ കൺട്രി ആൾസോ in turn grows to the status of a developed country. These are the important points comes under the point labor, the second point that Christine Lagarde stresses. And the next point is leadership, and we will discuss about it in the next video. Thank you.